എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. 21 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവും ശിഷ്യന്മാരും യെരുശലേമിന് സമീപം ബേത്ത്ഫഗ എന്ന സ്ഥലത്ത് സമീപിക്കുമ്പോൾ അടുത്ത ഗ്രാമത്തിൽ നിന്ന് ഒരു കഴുതയെയും അതിന്റെ കുട്ടിയെയും കൊണ്ടുവരുവാൻ യേശു 2 ശിഷ്യന്മാരെ അയക്കുന്നു. അതിനുശേഷം ശിഷ്യന്മാർ തങ്ങളുടെ വസ്ത്രങ്ങൾ മൃഗങ്ങളുടെ മേൽ വിരിച്ചു. യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് യെരുശലേമിലേക്ക് കയറാൻ തുടങ്ങുന്നു. ഇത് സക്രിയാവിന്റെ ഒരു മിശിഗയിക പ്രവചനം നിറവേറ്റുന്നതാണ് എന്ന് കാണുന്നു. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ചു. ഒലിവുമല അരികെ ബേത്ത്ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു എന്ന് കാണുന്നു. യേശുവും ശിഷ്യന്മാരും ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. യെരുശലേമിൽ വെച്ച് താൻ യഹൂദ മത നേതാക്കളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്നും പിന്നെ ജാതികളുടെ കൈയാൽ ക്രൂശിക്കപ്പെടുമെന്നും 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവർ യെരുശലേം നഗരത്തിൽ എത്താറായിരിക്കുന്നു. ഒലിവുമലയുടെ കിഴക്കൻ ചെരുവിലുള്ള യെരുശലേമിൽ നിന്ന് ഏകദേശം 1 മൈൽ അകലെയായിരുന്നു ബേത്ത്ഫഗ എന്ന ഗ്രാമം. അത്തിപ്പഴങ്ങളുടെ വീട് എന്നാണ് ബേത്ത്ഫഗ എന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥം. യേശു ബേത്ത്ഫഗയിൽ എത്തിയപ്പോൾ യാത്ര നിർത്തി ഒരു ദൗത്യത്തിനായി 2 ശിഷ്യന്മാരെ അയച്ചു എന്ന് കാണുന്നു. യേശു കർത്താവ് ആ 2 ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പിലുള്ള ഗ്രാമത്തിലേക്ക് പോകുക. നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ കാണും എന്നും അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറയണം. ഉടനെ അവൻ അവയെ അയക്കും എന്നുമാണ് യേശു കർത്താവ് പരാമർശിച്ച അവർക്ക് മുമ്പിലുള്ള ഗ്രാമം ബെഥാനിയ ആയിരിക്കാനാണ് ഏറ്റവും സാധ്യത എന്ന് മർക്കോസ് 11 അധ്യായം 1 വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 29 വാക്യവും ചേർത്ത് വായിച്ചാൽ വ്യക്തമാകും. കഴുതയെയും കുട്ടിയെയും അഴിച്ചുകൊണ്ട് പോകുന്നതിന്റെ കാരണം ചോദിക്കുന്ന ആരോടും കർത്താവിന് അവരെ ആവശ്യമുണ്ടെന്നും അങ്ങനെ പറഞ്ഞ ഉടനെ അതിന്റെ ഉടമ കൂടുതൽ വാക്കുകളില്ലാതെ അവരെ ശിഷ്യന്മാരോടൊപ്പം അയക്കുമെന്നും യേശു പറയുന്നത് ക്രിസ്തുവിന്റെ സർവജ്ഞാനത്തിന്റെ വളരെ വ്യക്തമായ തെളിവാണ് എന്ന് മനസ്സിലാക്കാം. അതായത് അത്തരമൊരു ഗ്രാമത്തിൽ പട്ടണത്തിന്റെ പ്രവേശന കവാടത്തിനടുത്ത് കഴുതയെയും ഒരു കുട്ടിയെയും ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിന്റെ ഉടമകൾ ശിഷ്യന്മാർ അവയെ അഴിച്ചു മാറ്റി കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അന്വേഷിക്കുമെന്നും കർത്താവിന് അറിയാമായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഉത്തരം നൽകാൻ അവരെ ഒരുക്കിയത്. ഈ ഉടമകളുടെ മനസ്സുകൾ ഉടനടി പ്രവർത്തിക്കുമെന്നും അങ്ങനെ അവർ നിശബ്ദമായി അവയെ വിട്ടയക്കാൻ മനസ്സ് കാണിക്കുമെന്നും യേശു കർത്താവിന് അറിയാമായിരുന്നു. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സങ്കീർത്തനം 24 1 വാക്യത്തിൽ ദാവീദ് സകല സൃഷ്ടികളുടെ മേലും കർത്താവിന്റെ അധികാരം വ്യക്തമാക്കിയിരിക്കുന്നതായി കാണാം. 4-5 വരെയുള്ള വാക്യങ്ങളിൽ സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ മത്തായി സുവിശേഷകൻ ഉദ്ധരിക്കുന്ന പഴയ നിയമ പ്രവചനം സക്രിയാവ് 9 വാക്യത്തിൽ നിന്നാണ്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു എന്ന് യെരുശലേമിലേക്ക് പ്രവേശിച്ച മശിഗയെ കുറിച്ച് പ്രവചിക്കുന്നതായി കാണാം. സിയോൻ പുത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യെരുശലേം നഗരത്തെ അല്ല, യഹൂദ ജനത്തെയും പ്രത്യേകിച്ച് അവരുടെ ഇടയിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട യഥാർത്ഥ ഇസ്രയേലിലായ സത്യവിശ്വാസികളെ സൂചിപ്പിക്കുന്നു. ക്രിസ്തു കഴുതയെയും കഴുതക്കുട്ടിയെയും വാഹനമാക്കി അവയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത് ആ സ്ഥലം വളരെ ദൂരത്തായിരുന്നതുകൊണ്ടോ കർത്താവ് കാൽനടയായി അവിടെ ചെല്ലാൻ വയ്യാത്ത വണ്ണം ക്ഷീണിതനായിരുന്നതുകൊണ്ടോ അല്ല, മറിച്ച് മിശിഹയെ പറ്റി പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകേണ്ടതിന് തന്നെയാണ് എന്ന് മത്തായി സുവിശേഷകൻ വ്യക്തമാക്കുന്നു. പ്രവചനത്തിൽ പറയുന്നത് പോലെ ഇസ്രയേലിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത് വരുന്നത് ജീവിതത്തിലും മരണത്തിലും തന്റെ മുഴുവൻ പെരുമാറ്റത്തിലും സൗമ്യതയോടെ
വിശ്വസ്തതയുടെയും മനസ്സിന്റെ താഴ്മയുടെയും ഒരു മാതൃകയായിരുന്ന യേശുവിന് തികച്ചും യോജിക്കുന്നു എന്ന് നാം കാണുന്നു. യേശു ഒരു യുദ്ധ രാജാവിനെ പോലെ കുതിരയിൽ അല്ല, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിക്കൊണ്ട് സമാധാനത്തിന്റെ രാജാവായാണ് യെരുശലേമിലേക്ക് പ്രവേശിച്ചത്. കുതിര യുദ്ധത്തിന്റെയും അധീശത്വത്തിന്റെയും അടയാളം എന്ന പോലെ കഴുത സമാധാനത്തിന്റെയും വിനയത്തിന്റെയും അടയാളമാണ്. റോമൻ സാമ്രാജ്യത്തിലെ അധിപന്മാരായിരുന്ന രാജാക്കന്മാർ കുതിരയെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ യേശു ദാസഭാവത്തോടും സമാധാനത്തിന്റെ രാജാവായാണ് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത്. ഫിലിപ്പിയർ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ കർത്താവ് ദൈവത്തോടുള്ള സമത്വം ത്യജിക്കുകയും തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരിക്കുകയും ചെയ്തവനാണ്. ശെക്രിയാവ് 9:9 പ്രവചന പ്രകാരം യേശു ഇസ്രയേലിന്റെ മെശിഹയും രാജാവുമായി വന്നത് ലൗകിക ശക്തിയിലല്ല, തന്റെ രാജ്യത്തിന്റെ ആത്മീയ ശക്തിയിൽ അവനെ വിശ്വസിക്കുന്നവരെ രക്ഷിച്ചുകൊണ്ടാണ് കർത്താവ് ഒരു ശുശ്രൂഷകൻ എന്ന പോലെ സകനദാസനായി അവതരിച്ചു വന്നത്. മത്തായി സുവിശേഷകൻ മാത്രം കഴുതയെയും അതിന്റെ കുട്ടിയെയും പരാമർശിച്ചിരിക്കുന്നു എന്ന് മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷകർ കഴുതക്കുട്ടി അഥവാ ചെറിയ കഴുതയെ കുറിച്ച് മാത്രം പരാമർശിക്കുന്നു എന്നും, മാർക്കോസിന്റെ സുവിശേഷം 11:2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 30-35 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 14-15 വരെയുള്ള വാക്യങ്ങൾ കൂടി ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കാം. എന്നാൽ ശെക്രിയാവ് 9:9 വാക്യത്തിൽ പറയുന്ന പ്രവചനത്തിന്റെ കൃത്യതയുടെ ഭാഗമായി മത്തായി സുവിശേഷകൻ 2 മൃഗങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്നപ്പോൾ ഒരുപക്ഷെ ക്രിസ്തു രണ്ടിന്റെയും മേൽ, അതായത് ആദ്യം ഒന്നിന്റെ പുറത്തും പിന്നീട് മറ്റൊന്നിന്റെ പുറത്തും കയറിയെന്ന് അനുമാനിക്കാം. അങ്ങനെ ശെക്രിയ പ്രവചനം ഇതിനാൽ കൃത്യമായി നിവൃത്തിയായതായി മനസ്സിലാക്കാം. കഴുതയെയും കഴുതക്കുട്ടിയെയും എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാം. കഴുതകൾ ഭാരം ചുമക്കുന്ന വാഹന മൃഗങ്ങളായിരുന്നു എന്നതിൽ നിന്ന് പ്രായമുള്ള വലിയ കഴുത പഴയ നിയമത്തിന്റെ ഭാരമേറിയ ആചാരങ്ങളും ചട്ടങ്ങളും ചടങ്ങുകളും വഹിക്കുന്ന യഹൂദന്മാരെ പ്രതിനിധീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ലൂക്കോസ് 19-ാം അധ്യായം 30-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ ചെറിയ കഴുത ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയായിരുന്നു എന്നും ഇത് വിജാതിയരെ പ്രതിനിധീകരിക്കുന്നു എന്നും മനസ്സിലാക്കാം. ജാതികൾ ഇതുവരെ ദൈവരാജ്യത്തിലോ ഇസ്രയേൽ പൗരത്വത്തോടോ സംബന്ധമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ജാതികളെയും കർത്താവ് ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത് പ്രതീകമായി കാണിക്കുന്നത്. ഉൽപ്പത്തി 49-ാം അധ്യായം 10-11 വരെയുള്ള വാക്യങ്ങളിൽ മിശിഹ പ്രവചനമായി യഹൂദ ഗോത്ര നിന്നുള്ള ഒരു രാജാവിനെ അവൻ മുന്തിരിവള്ളിയോടും ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു എന്ന് സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിനോട് യഹൂദനും വിജാതിയനും ഒന്നിച്ച് ചേർക്കപ്പെടുമെന്നത് പ്രവചിക്കുന്നു. കൂടാതെ പഴയ നിയമത്തിൽ കഴുതയെ ഒരു അശുദ്ധ മൃഗമായി കണക്കാക്കപ്പെട്ടു എന്ന് ലേവ്യ പുസ്തകം 11-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. മാത്രമല്ല പുറപ്പാട് 13-ാം വാക്യത്തിൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ഒക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം, അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്ത് ഒടിച്ചു കളയണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. അതുപോലെ യഹൂദന്മാരും ജാതിയരും പാപത്തിൽ അകപ്പെട്ടവരായിരുന്നുവെങ്കിലും ഇരുകൂട്ടരെയും ദൈവകുഞ്ഞാടായ ക്രിസ്തുവിലൂടെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പ്രതീകമായി കാണിക്കുന്നു. അതായത് കഴുതയെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് യാത്ര ചെയ്ത് സിയോനിലേക്ക് യേശു കർത്താവ് കടക്കുന്നത് ഒരു പ്രതീകാത്മക ദൃശ്യമെന്ന നിലയിൽ യഹൂദനും വിജാതിയനും ഒരുമിച്ച് ദൈവരാജ്യത്തിൽ ഉൾപ്പെടുന്നു എന്നും ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് മൂലം യഹൂദനും വിജാതിയനും ക്രിസ്തുവിൽ ഒന്നിച്ച് ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നു എന്നും ഈ പ്രതീകങ്ങളുടെ മേൽ കർത്താവ് ഇരിക്കുന്നത് കൊണ്ട് ക്രിസ്തു എവിടെയാണോ ഇരിക്കുന്നത് അവിടെയായിരിക്കും ദൈവരാജ്യം എന്നതും സൂചിപ്പിക്കുന്നു.